ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, 50 നോമ്പിന്റെ 7-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം ഒരുക്കി തന്ന നാളുകൾ. കർത്താവ് നമ്മോട് പറയുകയാണ്, ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനത്തിലൂടെ ഈശോ പറയുന്നു, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്താൽ വിശുദ്ധരായിത്തീരും. പ്രത്യേകിച്ച് വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ നാളുകൾ, വിശുദ്ധമായവ ചെയ്യാനായിട്ടുള്ള ഈ നാളുകൾ, അതാണ് 50 നോമ്പിന്റെ നാളുകൾ. ഈ നാളുകളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാം ഏറ്റവും വിശുദ്ധമായിരിക്കണം. ഈ നാളുകളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിശുദ്ധിയോടെ ചെയ്യണമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ, വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും അതേപോലെ നമ്മുടെ കൂദാശകളും ഒക്കെ വിശുദ്ധമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന ഏറ്റവും വിശുദ്ധമായിട്ട് അർപ്പിക്കണം. ഏറ്റവും വിശുദ്ധമായ നമ്മുടെ ആരാധനയാണ് പരിശുദ്ധ കുർബാന. അത് വിശുദ്ധമായിട്ട് അർപ്പിക്കണം. ഏറ്റവും വിശുദ്ധമായ കൂദാശയാണ് കുമ്പസാരം. അത് ഏറ്റവും വിശുദ്ധമായി തന്നെ ഒരു പരിപൂർണമായ ആത്മാർത്ഥമായിട്ടുള്ള കുമ്പസാരം നടത്തുവാനായിട്ട് നമുക്ക് കഴിയണം. അതോടൊപ്പം നമുക്കറിയാം, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. പരിശുദ്ധാത്മാവിന്റെ ആലയമായ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുമ്പോഴാണ്, വിശുദ്ധി കൂടാതെ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് വിശുദ്ധരായി ജീവിക്കുക. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈശോയിൽ പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിലെ 4-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. അപ്പോൾ നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. കാരണം 1 തെസ്സലോനിക്ക 4:7 ഇങ്ങനെ പറയുന്നുണ്ട്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. കാരണം സ്വർഗം വിശുദ്ധമാണ്, സ്വർഗത്തിലുള്ളവരെല്ലാം വിശുദ്ധരാണ്. നമ്മളെല്ലാവരും വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യണമെന്ന് പറയുന്നത്. അവിടെ അശുദ്ധിക്ക് ഒരു സ്ഥാനവുമില്ല. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ, എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നമുക്കറിയാം, ആ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും വിശുദ്ധരായിരിക്കണം. കാരണം ആ വിശുദ്ധിയോട് വിശുദ്ധി തന്നെ ചേർന്നിരിക്കണം. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. അപ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ പരിശുദ്ധരായിരിക്കുക എന്നതാണ് 7-ാം ദിവസം നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ധ്യാനിച്ചത് കുമ്പസാരത്തെക്കുറിച്ചും പാപങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിച്ചു വരികയാണ്. അപ്പോൾ ഈ പാപങ്ങളെയെല്ലാം കഴുകി വിശുദ്ധമാക്കി വിശുദ്ധമായ ഒരു കുമ്പസാരം അർപ്പിച്ച് പാപമോചനം സ്വീകരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുക, വിശുദ്ധിയിൽ ദൈവത്തോടൊന്നാവുക, ദൈവത്തിന്റെ ഒരു പൊന്നുമകനായി പൊന്നുമകളായി തീരാനായിട്ട് ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.